രാഹുൽ ഗാന്ധി വയോധികനായ ചെരുപ്പുകുത്തി രാംചേത്തിന്റെ കട സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിയുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് ചെരുപ്പ് തുന്നുന്ന ഒരു മെഷീൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അതിയായ സന്തോഷത്തിൽ ഈ ചെരുപ്പുകുത്തി സ്വന്തം കൈകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മനോഹരമായ 2 ജോഡി ഷൂസുകൾ ഉണ്ടാക്കി കൊടുത്തു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു ബിസിനസ് ആക്കി വളർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 1 ലക്ഷത്തിന്മേൽ വിലമതിക്കുന്ന ഷൂ നിർമ്മിക്കുന്ന ലെതർ, ഗ്ലൂ അങ്ങനെ നിരവധി സാമഗ്രികൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് സമ്മാനിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് രാഹുൽ ഗാന്ധി തുന്നിയ ചെരുപ്പ് 10 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് ആൾക്കാർ ചോദിച്ചെങ്കിലും എത്ര വലിയ വില നൽകിയാലും ആ ചെരുപ്പ് വിൽക്കില്ലെന്നാണ് രാംചേത് പറഞ്ഞത്. രാംചേത്തുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതും അദ്ദേഹം ഉണ്ടാക്കി കൊടുത്ത ചെരുപ്പിട്ട് നടക്കുന്നതുമായ വീഡിയോ മലയാളത്തിൽ ഇതാ. നമസ്കാരം, താങ്കളുടെ പേരെന്താണ്? രമേഷ് കുമാർ. താങ്കളുടെയോ? രാംചേത്. നിങ്ങളുടെയോ? രാഘവ് റാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്നെ കാണിച്ചു തരൂ. ഇത് പുതുതായി ഉണ്ടാക്കിയതാണ്. ഇതിൽ അല്പം ലോഷൻ തേക്കണം. ഇത് താങ്കൾ സ്വയം ഉണ്ടാക്കിയതാണോ? അതെ, ഇത് ചെയ്യാൻ ഞാൻ വിദഗ്ധനാണ്. പക്ഷേ ഞങ്ങൾ പാവപ്പെട്ടവരാണ്, പണമില്ല, ഒരു സൗകര്യങ്ങളും ഇല്ല. അച്ഛനും ഇതേ തൊഴിലായിരുന്നു. താങ്കൾ എത്ര നാൾ ഈ പണി ചെയ്തു? ഞാൻ 3-4 വർഷം ചെയ്തു. എന്നാൽ ഒരു ബഹുമാനവും മാന്യതയും കിട്ടിയില്ല. അതിനാൽ ഈ പണി നിർത്തി. സർക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം നൽകിയോ? ഇല്ല, ഒന്നുമില്ല. വിശ്വകർമ്മ പദ്ധതി പ്രകാരം ട്രെയിനിങ് തന്നു. എന്താണ് വിശ്വകർമ്മ പദ്ധതി? എങ്ങനെയാണ് ഷൂ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ കയ്യിൽ അറിവുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാത്തത്? അതിന് കാരണം എന്താണ്? ട്രെയിനിങ് കഴിയുമ്പോൾ സർക്കാരിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രെയിനിങ് എടുത്തത്. പക്ഷേ ഒന്നും ലഭിച്ചില്ല. സഹായം പ്രതീക്ഷിച്ചാണ് ട്രെയിനിങ് എടുത്തത്. എന്നാൽ ഒരു സർക്കാർ സഹായവും ലഭിച്ചില്ല, അല്ലേ? ഗ്രാമത്തിൽ വളരെ കുറച്ച് പണമേ ലഭിക്കൂ. മാസം എത്ര പണം ഉണ്ടാക്കും? 5000-7000 രൂപ. മരുന്ന് വാങ്ങാൻ പണം വേണം. എന്ത് അസുഖമാണ് താങ്കൾക്കുള്ളത്? എനിക്ക് TB വന്നു, അതിനെ ചികിത്സിച്ചു. എന്നിട്ട് അസുഖം മാറിയോ? വലിയ കുഴപ്പമില്ല, ചികിത്സ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ താങ്കൾക്ക് മരുന്നുകൾ വല്ലതും ലഭിക്കുമോ? ഇല്ല, ഞങ്ങൾക്ക് അതിന്റെ ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഒന്നും ലഭിക്കുന്നില്ലേ? ഇല്ല. 40 വർഷമായി താങ്കൾ ഇത് തന്നെ ചെയ്യുന്നു. ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പണിയെക്കുറിച്ച് എല്ലാം അറിയാം. എന്നാൽ ഒരു സഹായവും മാന്യതയും ലഭിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു പുരോഗതിയുമില്ല, കഴിവിന് ഒരു മാന്യതയുമില്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരൂ. ഇത് വളരെ എളുപ്പമാണ് സാർ. കയ്യാൽ കൊള്ളാതെ സൂക്ഷിക്കണം. ഇതിനുള്ളിലേക്ക് കയറ്റി വെച്ച് തയ്ക്കണം. ഇവിടെ ഒരു തുളയുണ്ട്, ടൈറ്റായിട്ട് തയ്ക്കണം. ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ. ഇതാ, ഇതിന്റെ പണി ഇപ്പോൾ തീരും. 1 സെക്കൻഡ്, ഞാൻ ഇപ്പോൾ തീർക്കാം. ഇതാ, റെഡിയായി. നൂല് പുറത്തേക്ക് എടുക്കണം. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. പുറത്തു വന്നില്ല. ഒരു മെഷീൻ വാങ്ങണമെങ്കിൽ എന്ത് മെഷീനാണ് വാങ്ങുന്നത്? ഷൂ തുന്നുന്ന വലിയൊരു മെഷീൻ ഉണ്ട്. അതിനെന്ത് വിലയാകും? 55,000 രൂപ. അങ്ങനെ ഒരു മെഷീൻ ലഭിച്ചാൽ വരുമാനം എത്രത്തോളം വർദ്ധിക്കും? ഇരട്ടിയാവും അല്ലേ? വരുമാനം മുഴുവൻ വർദ്ധിക്കും അല്ലേ? രാഹുൽ ഗാന്ധി നിങ്ങൾക്കയച്ച സമ്മാനമാണിത്. രാഹുൽ ഗാന്ധി എന്നെ സഹായിക്കുന്നതിന് വേണ്ടി ഷൂ തുന്നുന്ന മെഷീൻ നൽകി. ഇനി എനിക്ക് ഷൂ, സ്ലിപ്പേഴ്സ്, ബാഗുകൾ എന്നിവ ഉണ്ടാക്കാൻ സാധിക്കും. എന്റെ ജീവിതം പച്ച പിടിക്കും. കുട്ടികളുടെ ഭാവി ഭദ്രമാക്കാൻ സാധിക്കും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകും. വളരെ ഉപകാരമുള്ള സമ്മാനമാണ്. വളരെ സന്തോഷമായി. ഇനി ഞാനും എന്റെ മകനും ചേർന്ന് ഈ തൊഴിൽ തുടർന്നു പോകും. ഞാൻ വളരെയേറെ ഷൂസ് ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഞാൻ ചെയ്യുന്ന തൊഴിലിൽ അഭിമാനം തോന്നുന്നു. രാഹുൽജിക്ക് വേണ്ടി ഞാൻ ഷൂ ഉണ്ടാക്കാൻ പോവുകയാണ്. നേതാവിന് വേണ്ടി ഏറ്റവും മികച്ച ഷൂ ആണ് ഉണ്ടാക്കുന്നത്. അതും എന്റെ സ്വന്തം കൈകൊണ്ട്. അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളത് എന്റെ ജീവിതാഭിലാഷമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ 2 ജോഡി ഷൂ ആണിത്. ഒരെണ്ണം വലുതോ ഒരെണ്ണം ചെറുതോ ആവാം. അദ്ദേഹത്തിന് ഫിറ്റ് ചെയ്യുന്ന ഷൂ ധരിക്കാം. എനിക്ക് അദ്ദേഹം വളരെയേറെ ഉപകാരം ചെയ്തു. എനിക്ക് ആകെ തിരിച്ചു ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ഷൂ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. വളരെ മികച്ച ഷൂസ്. ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു മുതലാളി. താങ്കൾ വളരെ മനോഹരമായ ഷൂ ആണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. വളരെ നന്ദി. എനിക്ക് അത്യധികമായ സന്തോഷം തോന്നുന്നു മുതലാളി.
താങ്കൾ എന്റെ ജീവിതം മാറ്റിമറിച്ചു മുതലാളി. താങ്കൾ എന്നെ മുതലാളി എന്ന് വിളിക്കല്ലേ, എന്നെ സഹോദരൻ എന്ന് വിളിക്കൂ. ശരി സഹോദര, ശരി സഹോദര. ആ മെഷീൻ എങ്ങനെയുണ്ട്? നല്ലതാണ്, വളരെ നല്ലതാണ്. അതെനിക്ക് ഒത്തിരി സഹായകമാകും. താങ്കളോട് എനിക്ക് വളരെ സ്നേഹമുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വരൂ. തീർച്ചയായും തീർച്ചയായും. ഞാൻ ഇനി മുതൽ താങ്കളെ സഹോദരൻ എന്നേ വിളിക്കൂ. സഹോദരൻ എന്നേ വിളിക്കാവൂ. മുതലാളി എന്ന് വിളിക്കുന്നത് നല്ലതല്ല. തീർച്ചയായും. നമസ്തേ സഹോദര, നമസ്കാരം.